നമസ്കാരം. ജില്ലാ വാർത്തകൾ. കോടികളുടെ നികുതി വെട്ടിച്ച സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. പാവപ്പെട്ടവന്റെ ടാക്സ് വെട്ടിച്ച സൂപ്പർ സ്റ്റാറുകളെ അറസ്റ്റ് ചെയ്യുക, പറവൂർ സ്ത്രീപീഡന കേസിലെ പ്രതിയായ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്യുക, കോടികളുടെ നികുതി വെട്ടിച്ച സൂപ്പർ സ്റ്റാറുകൾക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ പോസ്റ്ററുകൾ ജനകീയ പ്രതിരോധ സമിതിയുടെ പേരിലാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതിച്ചിട്ടുള്ളത്. മാധ്യമ ശ്രദ്ധയാകർഷിക്കാൻ പ്രസ് ക്ലബിന് സമീപവും മുതലക്കുളം മൈതാനിയുടെ മതിലിന് മുകളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന ജെൻഡർ പാർക്ക് കോഴിക്കോട് ആസ്ഥാനമായി സ്ഥാപിക്കുന്ന കാര്യം സർക്കാരിന്റെ സജീവ പരിഗണനയിലുണ്ടെന്ന് പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ മന്ത്രി എം കെ മുനീർ. ഇതിനായി വെള്ളിമാട് കുന്നിൽ 6 ഏക്കർ ഭൂമി കണ്ടെത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന്റെ തലസ്ഥാനമെന്ന നിലയ്ക്ക് കൾച്ചറൽ കോംപ്ലക്സും ഉൾപ്പെടുന്നതായിരിക്കും ജെൻഡർ പാർക്കെന്നും മന്ത്രി പറഞ്ഞു. പറയഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2010-2011 വർഷത്തെ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൌൺസിലർ ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു.